ഹായ്, ഇന്നത്തെ വീഡിയോ പിങ്ക് റോക്ക് എന്ന് പറയുന്ന സ്ഥലത്തെ ഡെസേർട്ട് ഡ്രൈവിനെ കുറിച്ചാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കൂടി ഡെസേർട്ട് ഡ്രൈവിന് ഇവിടെ പോയി. ഈ പ്ലേസ് ആക്ച്വലി 70 കിലോമീറ്റർ അവേ ഫ്രം ദുബായ് ആണ്. ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. അപ്പം ഇവിടെ വന്നിട്ട് ഇവിടെ സ്ഥിരമായിട്ട് ഡെസേർട്ട് ഡ്രൈവ് നടത്തുന്ന ടീമിൻ്റെ കൂടെ ഞങ്ങളും കൂടെ ജോയിൻ ചെയ്ത് ഒരു ബിഗിനേഴ്സ് എന്ന നിലയ്ക്ക് ഒരു ഡെസേർട്ട് ഡ്രൈവാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. This is our desert drive team and welcome to the Pink Rock episode. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ രാവിലെ 4:30 ദുബായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു 5:30 ആയപ്പോഴത്തേക്കും ഈ പറഞ്ഞ സ്പോട്ടിലെത്തിയിരുന്നു. ബിഗിനേഴ്സ് എന്ന നിലയ്ക്ക് ചെന്നപാടെ ഒരു 20 to 25 മിനിറ്റ്സ് ടീമിൻ്റെ വക ഒരു സ്മോൾ ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളത്. ആക്ച്വലി ഞങ്ങൾ മാത്രമായിരുന്നു ടീമിലൊരു ബിഗിനേഴ്സ് ലെവലിൽ ഡെസേർട്ട് ഡ്രൈവിന് ചെന്നത്. അപ്പോൾ അവർ ഓൾറെഡി ടീം മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമെല്ലാം സ്മോൾ ഡ്യൂൺസ് വഴി മാത്രമേ കയറാവുള്ളൂ എന്ന്. പിന്നെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ അടുത്ത് ഒരു വാക്കി ടോക്കി കയ്യിൽ കരുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടീമുമായിട്ടുള്ള ഫ്രീക്വൻസി ഞങ്ങൾ വാക്കി ടോക്കി സെറ്റ് ചെയ്തു. ഡെസേർട്ടിനുള്ളിലോട്ട് പോയാൽ പിന്നെ മൊബൈലിനൊന്നും റേഞ്ച് ഉണ്ടാവില്ല. കമ്മ്യൂണിക്കേഷനെല്ലാം വാക്കി ടോക്കി ത്രൂ മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അവർ വാക്കി ടോക്കി കരുതാൻ പറഞ്ഞത്. പിന്നെ അതുകൂടാതെ ടയറിൻ്റെ പ്രഷർ 15-ൻ്റെയും 20-ൻ്റെയും ഇടയ്ക്ക് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഡെസേർട്ട് ഡ്രൈവ് നടത്താൻ അതാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള പ്രഷർ. പിങ്ക് റോക്ക് എന്ന് പറഞ്ഞ സ്ഥലം ആക്ച്വലി സിറ്റുവേറ്റ് ചെയ്യുന്നത് മലിഹ ഡെസേർട്ടിലാണ്. കൂടാതെ ഈ സ്ഥലം ഒരു മറൈൻ ഫോസിൽ റിച്ച് ലൈംസ്റ്റോൺ സ്ട്രക്ചേഴ്സിൻ്റെ ഒരു ഏരിയ കൂടിയാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ഡ്രൈവിൽ. ഞങ്ങൾ ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് ഡെസേർട്ട് ഡ്രൈവ് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ ലാൻഡ് ക്രൂസറിലാണ് ഞങ്ങൾ ഡ്രൈവിന് പോയത്. 4x4 വണ്ടി വേണം ഡെസേർട്ട് ഡ്രൈവിന് ആക്ച്വലി. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ കൂടെയുള്ള ടീം മെമ്പേഴ്സും നല്ലോണം സപ്പോർട്ട് ചെയ്തു. ഇൻ കേസ് ഞങ്ങൾ എവിടെയെങ്കിലും കുറച്ച് സ്ലോ ഡൗൺ ആയി പോവുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാതെ വരികയൊക്കെ വന്നാൽ അവർ തിരിച്ച് വന്ന് ഞങ്ങളെ അസിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു തരികയൊക്കെ ചെയ്തിരുന്നു. ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തത്. അതുകൂടാതെ ഓരോരോ ഡ്രൈവ് കഴിയുമ്പോഴും ഒരു 1 hour കഴിയുമ്പോൾ അവരൊരു സെറ്റ് പോയിൻ്റ് വെച്ചിരിക്കും. അവിടെ പോയി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് എല്ലാവരും വരാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യും. അതിനുശേഷം ഒന്നിച്ചാണ് അടുത്ത സ്ഥലത്തോട്ട് പോകുന്നത്. ഈ പിങ്ക് റോക്ക് എന്ന മലയുടെ താഴെയുള്ള ഡെസേർട്ട് റീജിയനിലൂടെയാണ് ഞങ്ങളുടെ ഡ്രൈവ് പോകുന്നത്. അപ്പം ഓരോരോ സെറ്റ് പോയിൻറ്റ്സ് ഓൾറെഡി ടീം മെമ്പേഴ്സ് വാക്കി ടോക്കിയിലൂടെ മെൻഷൻ ചെയ്യും. അവിടെ ഞങ്ങൾ എല്ലാവരോടും ഗ്യാദർ ചെയ്ത് ഒരു സ്പോട്ടിൽ നിന്ന് അടുത്ത സ്പോട്ടിലോട്ട് ഓൾറെഡി ഇവർ വന്നിട്ടുള്ളത് കൊണ്ട് അവർക്കറിയാം സ്പോട്ടുകൾ. ആ സ്പോട്ടിലോട്ട് യാത്രയിലാണ് ഈ ഡ്രൈവിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പം ഈ യാത്രയിൽ ചെറിയ ഡ്യൂൺസും വലിയ ഡ്യൂൺസും ഉണ്ടാകും. എക്സ്പെർട്സ് ആയിട്ടുള്ളവരൊക്കെ വലിയ ഡ്യൂൺസിലൂടെയൊക്കെ കയറി ഇറങ്ങും. ഞങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ചെറിയ ഡ്യൂൺസാണ് ഞങ്ങൾക്ക് പ്രിഫർ ചെയ്തിരിക്കുന്നത്. ഞങ്ങളത് എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു സ്പോട്ടിൽ നിന്ന് അടുത്ത സ്പോട്ടിലോട്ട് പോയി ആക്ച്വലി ഈ മൊത്തം പിങ്ക് റോക്ക് എന്ന് പറഞ്ഞ മലയുടെ ചുറ്റും കറങ്ങി വരിക എന്നുള്ളതാണ് ടീം പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ മൊത്തം കറങ്ങി വരലാണ് ഞങ്ങളുടെ ലക്ഷ്യം.
ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് വലുതും ചെറുതുമായ ഡ്യൂൺസ് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു സൈഡിലൂടെ മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. ഇനി ഇത് കറങ്ങി തിരിച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിലോട്ട് തന്നെ വരും. ആക്ച്വലി ഇതൊരു 1 hour ജേർണി അടുപ്പിച്ചുണ്ട്. ടീം മെമ്പേഴ്സെല്ലാം ഒന്നിച്ച് നിന്ന് ഒരേ ലൈനിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം ഡ്രൈവ് ചെയ്യാൻ. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റൂ. അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എങ്ങോട്ടേലും വഴി മാറിപ്പോവോ ഡ്യൂൺ മിസ്സാവുമോ അങ്ങനെ ചെയ്താൽ പിന്നെ മുമ്പോട്ട് ഡ്രൈവ് ചെയ്യരുത്. ടീം മെമ്പേഴ്സിൻ്റെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് ഓൾറെഡി ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. Okay. What, Sandeep? I think the got stuck. And finally we reach Pink Rock, and thank you for watching my video. Thank you.